ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ മമ്മൂട്ടി കമ്പനിയും അശ്വന്ത് ഗോക്കും തമ്മിലുള്ള ഒരു ഇഷ്യൂ. ഇതിൽ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തും അശ്വന്ത് ഗോക്കിൻ്റെ ഭാഗത്തും നിന്ന് പലരും തന്നെ ഒരുപാട് വിളികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അശ്വന്ത് ഗോക്കിന് മമ്മൂട്ടി കമ്പനിയുടെ പടമായ ടർബോയെ വിമർശിക്കാനൊരു അവകാശമുണ്ടെങ്കിൽ അത് ഒരു പ്രോഫിറ്റബിളായ മാനറിലാണ് അയാൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടുള്ള റിവ്യൂയിലൂടെ അയാൾ സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ടാവും. അയാൾ സിനിമയെ ഉദ്ഘോഷിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന പരിപാടിയല്ല. അയാളതിനെ റിവ്യൂ ചെയ്ത് അതിലൂടെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടിയുടെ ഏറ്റവും കൊമേഴ്ഷ്യലായൊരു സിനിമയാണ്. അതിലൂടെ പണം ഉണ്ടാക്കാനാണ് മമ്മൂട്ടി ശ്രമിക്കുന്നത്. ഇതിൽ രണ്ടുപേരും ചെയ്യുന്നത് തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളതിനെ പൂർണ്ണമായി വിമർശിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു. അത് വന്നപ്പോൾ അതിനിട്ട് തിരിച്ചൊരു പണി അവരും കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇതിൽ ആരുടെ ഭാഗത്തും കുറ്റവും ശരിയൊന്നും പറയാനില്ല. ടർബോ എന്ന് പറഞ്ഞ സിനിമയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഉത്തരവാദിത്വം മമ്മൂട്ടി കമ്പനിക്കുണ്ട്. അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ റീച്ചിലെത്തേണ്ട ഉത്തരവാദിത്വം അശ്വന്ത് ഗോക്കിനുണ്ട്. അപ്പോൾ ആ റീച്ചിലെത്താൻ വേണ്ടി അയാൾ എന്തൊക്കെയോ പറയും. ചിലപ്പോൾ നല്ല സിനിമയെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കും. ചിലപ്പോൾ അവതരിപ്പിക്കുമ്പോൾ കുറച്ച് പരിഹാസം ഉണ്ടാവും. അപ്പോഴാണ് ആൾക്കാരതിനെ കാണുക. അല്ലാണ്ട് നോർമലി റിവ്യൂ ചെയ്യുന്ന ഒരാളെ പോലെ റിവ്യൂ ചെയ്താൽ ആ റിവ്യൂ ആരും കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് അയാളതിനെ ചെറിയ കാര്യത്തെ വളരെ പർവ്വതീകരിച്ച് അവതരിപ്പിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ മമ്മൂട്ടി കമ്പനി ചെയ്തതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. അവരുടെ സിനിമ എന്ന് പറഞ്ഞാൽ അവരുടെ എക്സിസ്റ്റൻസ് ആണ് ആ സിനിമ. അപ്പോൾ ആ സിനിമ പൊട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. ആരെങ്കിലും അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് അശ്വന്ത് ഗോക്കിനെ നേരിട്ട് തല്ലിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തോ കൊല്ലുമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കൃത്യമായൊരു തിരിച്ചടി അവർ കൊടുക്കാൻ ശ്രമിച്ചു. അത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. അതിൽ മമ്മൂട്ടി കമ്പനിയെ മമ്മൂട്ടിയെ തെളിവിളിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നമില്ല, യാതൊരുവിധ ലോജിക്കുമില്ല. രണ്ടുപേരും നടത്തുന്ന ബിസിനസ്സാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ മറ്റൊരു ബിസിനസ്സുകാരന് പണി കൊടുക്കുമ്പോൾ തിരിച്ച് ഒരു പണി അങ്ങോട്ടിട്ട് കൊടുക്കാൻ അവർക്ക് പറ്റും. അത് തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ റിവ്യൂ എന്ന് പറയുന്നത് ഒരാളുടെ അഭിപ്രായം മാത്രമാണ്. അഭിപ്രായം ഒരുപാട് പേര് കാണുമ്പോൾ അത് ഒരുപാട് പേര് അഭിപ്രായമായിട്ട് മാറും. അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിനിമയെ മോശമായി ബാധിക്കും. ഇപ്പോൾ ഒരു സിനിമയെ ഇപ്പം ടർബോ കണ്ടിറങ്ങി ഒരുപാട് പേര് നല്ലത് പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒരുപാട് പേർ അതിന് മോശം പറയുന്നതും കേൾക്കുന്നുണ്ട്. സമ്മിശ്ര പ്രതികരണം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ മാത്രം കണ്ടിട്ട് ആ സിനിമ കാണുമ്പോൾ ആരും ലോകത്തുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിവ്യൂ പലപ്പോഴും നമുക്കൊരു പരിഹസിക്കുമ്പോൾ നമുക്ക് ഇരുന്ന് ചിരിക്കാനുള്ള ഒരു ഫൺ എലമെൻ്റ് അതിലുള്ളതുകൊണ്ട് ആ റിവ്യൂ എല്ലാവരും കാണുന്നുണ്ടാവും. പിന്നെ അശ്വന്ത് ഗോക്കിനെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം നന്നായിട്ട് പരിഹസിച്ചു. മമ്മൂട്ടി കമ്പനിയെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ സിനിമയ്ക്കെതിരെ വരുന്ന ഒരു അറ്റാക്കാണ്. ആ അറ്റാക്കിനെ അവർ എങ്ങനെയെങ്കിലും തടുക്കണം. അതിനെല്ലാ ആയുധവും അവർ ഉപയോഗിക്കും. മികച്ച ആയുധമാണ് ഒരടി തിരിച്ചു കൊടുത്തു എന്നുള്ളത്. തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഇനി അതിൻ്റെ മുകളിൽ അശ്വന്ത് ഗോക്കിൻ്റെ അടുത്ത റിവ്യൂ വരുമായിരിക്കും. ചെറുത്താനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് വരും. ഇതിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വർത്തമാനങ്ങളുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു അശ്വന്ത് ഗോക്ക് പൊതുവേ ഈ റിവ്യൂ ഇട്ടപ്പോഴും വേറെ ഒന്ന് ആഡ് ചെയ്യാനാണ് ഇട്ടിട്ടുള്ളത്. രണ്ടാമത്തെ റിവ്യൂ വന്നപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിവിടെ അവസാനിക്കുന്നു വിചാരിക്കും. ഇത് അൾട്ടിമേറ്റ് അശ്വന്ത് ഗോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാവരും ഒരു ഫാൻ ടീമാണ്. മറ്റേതൊരു വേറൊരു ഫാൻ ആൻറ്റി അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരൊരു ടീമും അല്ലാത്തവർ മറ്റൊരു ടീമായിട്ട് മാറും. അതങ്ങനെയാണ് പൊതുവെ മലയാളത്തിൽ കണ്ടുവരാറ്. ഈ വിഷയത്തെ സീരിയസ് ആയിട്ട് കണ്ട ഒരാവശ്യമില്ല. രണ്ടുപേരും അവരുടെ ബിസിനസ് നടത്തുന്നു വിചാരിച്ചാൽ മതി. അല്ല, ഈ റിവ്യൂ ചെയ്യുന്ന എല്ലാവരുടെയും വിചാരം അവരെന്തോ വലിയ കാര്യമാണ് ചെയ്യുന്നതെന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. അവരവരുടെ അഭിപ്രായം പറയുന്നു. ലോകത്തുള്ള എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അഭിപ്രായം പറയുന്ന അഭിപ്രായത്തെ എതിർത്ത് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ പൊതുവെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായത്തെ എതിർത്ത് പറയാനുള്ള അവകാശം ഒരാൾക്കുണ്ട്. അപ്പോൾ അവരുടെ സിനിമയെ തകർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടാവും. ശരിക്കും ഫസ്റ്റ് ഡേ വന്നിട്ട് ഒരു സിനിമ ഇങ്ങനെ കുളമാണ് അല്ലെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് അതിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് സമ്മതിക്കും. ഈ കുളമാണ് പൊട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ എമൗണ്ടാണ് പൊട്ടിപ്പോകുന്നത്. ചിലപ്പോൾ ഇതൊരാളുടെ അഭിപ്രായം മാത്രമായിരിക്കും. നമ്മളിപ്പോൾ സിനിമ ആണെന്ന് ആലോചിക്കുക, 10 പേര് സിനിമ കാണാൻ പോകുന്നു. അതിൽ ചിലപ്പോൾ 2 പേർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ബാക്കി 8 പേർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ആരാണോ റിവ്യൂ ചെയ്യുന്നത് അവരുടെ അഭിപ്രായമാണ് മുകളിൽ വരിക. ആരാണോ ഉറച്ച് സംസാരിക്കുന്നത് അവരുടെ ശബ്ദമല്ലേ പുറത്തേക്ക് വരിക. കൂട്ടത്തിൽ 10 പേര് നടന്നു പോകുമ്പോൾ ഒരാൾ ചോദിക്കുന്ന സിനിമ എങ്ങനെയുണ്ട്, അപ്പോൾ ആരാണോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അവരുടെ അഭിപ്രായമാണ് വരിക. മറ്റുള്ളവർ ചിലപ്പോൾ ഒന്നും പറഞ്ഞുകൊള്ളുന്നില്ല. അപ്പോൾ റിവ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. ഒരു വലിയ റിവ്യൂ നടത്തുന്നവരുടെ എല്ലാ അഭിപ്രായം ഏറ്റവും വലിയ അഭിപ്രായം മാറണമെന്നില്ല. പല സിനിമകളും ഇവരൊക്കെ റിവ്യൂ ചെയ്ത സിനിമകളൊക്കെ തന്നെ കണ്ടപ്പോൾ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്ന സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ അഭിപ്രായമാണ്, അവരുടെ അഭിപ്രായമല്ല. എല്ലാവരുടെ അഭിപ്രായത്തിന് സ്പേസ് ഉണ്ട്. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മളൊരാളെ കുറ്റം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തിരിച്ചിങ്ങോട്ട് കുറ്റം കേൾക്കാൻ നമ്മൾ ഉത്തരവാദിത്വമാണ്. ഒരാളെ നമ്മൾ വിമർശിക്കുമ്പോൾ തിരിച്ച് വിമർശനം കേൾക്കാനുള്ള കാര്യവും നമുക്ക് വേണം. അതാണ് നമ്മുടെ